രാവിലെ 10:45 ഉഗ്രസ്ഫോടനം. ഭൂമി വിറച്ചു, കെട്ടിടങ്ങൾ കുലുങ്ങി, സകലതും ചിതറിത്തെറിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ആകെ മൊത്തം ഇതായി, വീടുകളൊക്കെ തകർന്ന് 2 പേർക്ക് പരിക്കുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. എന്താ പിന്നത്തെ വിവരങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ദൃശ്യങ്ങളിൽ കാണുന്നത് 2 നില ഉള്ള ഒരു വീടിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ വീടിൻ്റെ ഭിത്തികളും ജനാലകളും അതിൻ്റെ മേൽക്കൂരകൾ പോലും തകർന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ സമീപത്തുള്ള വീടുകളുടെയൊക്കെ അവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ വലതുവശത്തുള്ള ഈ തീപിടുത്തമുണ്ടായ ഈ വലതുവശത്തുള്ള പ്രദേശമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെയും മുൻ ഭാഗത്ത് തീ കത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഈ പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇവിടെ ഇത്രത്തോളം പടക്കങ്ങളായിരുന്നു ഇവിടെ ചാക്ക് കണക്കിന് ശേഖരിച്ചു വെച്ചിരുന്നത്. പാലക്കാട് നിന്ന് എത്തിയ ലോഡ് പടക്കങ്ങളായിരുന്നു ഇവിടെ ശേഖരിച്ചു വെച്ചിരുന്നത്. അതിൻ്റെ പൊടി പോലുമില്ല, കത്തി പടർന്ന് നാശം വരുത്തിയിരിക്കുകയാണ്. ഈ സമീപത്തുണ്ടായിരുന്ന വീടുകൾക്ക് വരെ, വീടുകളുടെ കൽഭിത്തികളും ജനാലകളും തകരുന്ന രീതിയിൽ വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. കാറിൻ്റെ സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഒരു കാർ പൂർണ്ണമായും കത്തി നശിച്ചു. സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾക്കൊക്കെ തീ പിടിച്ചിരുന്നു. അതായത് പടക്കം ശേഖരിച്ചു വെച്ചിരുന്ന ഈ കടയെന്ന് പറയുന്നത് ചുറ്റുപാടും വീടുകളുള്ള ഒരു ഭാഗത്തായിരുന്നു. വളരെയേറെ പരിശ്രമപ്പെട്ടാണ് ഇത് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പൊള്ളുന്ന ചൂടിൽ അത്രത്തോളം ദുഷ്കരമായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ പടക്ക നിർമ്മാണശാലയിലേക്ക്, ഈ പടക്കം കൊണ്ടുവന്ന ഈ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നവരും ഇവിടുത്തെ ജീവനക്കാരും ഇതിൻ്റെ ലോഡ് ഇറക്കാനായി നിന്നവരുമാണ് ഈ വൻ ദുരന്തത്തിൻ്റെ ദൃക്സാക്ഷികളായി മാറിയത്. പുതിയകാവ് ക്ഷേത്രത്തിൽ ഉത്സവമാണ്. വെടിക്കെട്ട് പതിവുള്ളത്. ഇതിനായി സൂക്ഷിച്ച പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത്. പുതിയാവ് ടെമ്പിളിൽ ഉത്സവം വരുമ്പോൾ മനപ്പറമ്പിലാണ് കുറച്ച് എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ടാക്കുക. ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ഇതെന്തോ വേറെ വണ്ടി വന്നു എന്തോ പറയണം. അപ്പൊ ഇത്രയും ഹെവി ഉണ്ടായിട്ടുണ്ടാകാം. സാധാരണ എല്ലാ വർഷവും പുതിയാവ് ടെമ്പിളിൽ ഇതിന് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഈ മനപ്പറമ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ പുതിയകാവ് അമ്പലത്തിന്റെ ഉത്സവമായി പ്രമാണിച്ച് നമ്മുടെ ഇവിടെ പടക്ക നിർമ്മാണശാല ഇവിടെ ഉണ്ടായിരുന്നു. ഓൾറെഡി ഒരു ചെറിയ ബിൽഡിംഗ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെയാണ് പടക്കം നിർമ്മിക്കുന്നത്. പുതിയൊരു പാലക്കാട് നിന്ന വണ്ടിയിൽ മെറ്റീരിയൽസ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫുൾ ലോഡ് സാധനങ്ങൾ വേറെ എക്സ്ട്രാ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ 4 പേര് അതിന്റെ കൂടെ ഇറക്കാനുണ്ടായിരുന്നു. അപ്പൊ അവർക്കാണെന്ന് തോന്നുന്നു പരിക്ക് പറ്റിയിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വ്യക്തമായിട്ടില്ല ആരൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്. ക്ഷേത്രത്തിന് സമീപത്താണ് പടക്കപ്പുര. ചുറ്റും ധാരാളം വീടുകൾ. ജീവാപായം കുറഞ്ഞത് ഭാഗ്യം കൊണ്ട്, നഷ്ടപ്പെട്ടത് ജീവിതകാലം കൊണ്ട് നേടിയത്. പ്രിയപ്പെട്ടതെല്ലാം ഒരു നിമിഷത്തിൽ തകർന്നു വീണു. പടക്കം സൂക്ഷിച്ചിരുന്ന കടയുടെ ഏറ്റവും അടുത്തുണ്ടായിരുന്നൊരു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ വീടിൻ്റെ അവസ്ഥ നോക്കുക. 2 നില കെട്ടിടമാണ്. ആ 2 നില കെട്ടിടത്തിൻ്റെ ജനാലകൾ തകർന്നു, ഭിത്തികൾ തകർന്നു, അതിൻ്റെ കോണിപ്പടികൾ, ഇരുമ്പ് കോണിപ്പടികൾ പോലും തകർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ മേൽക്കൂര, അതായത് 2 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും വലിയ മേൽക്കൂരയായ ഷീറ്റ് പോലും തകരുന്ന രീതിയിൽ ഏറെ ദുഷ്കരമായ ഒരു അപകടമായിരുന്നു. ഇപ്പോൾ ഉത്സവത്തിനു വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്ന പടക്കമാണ്. ഇപ്പോഴും പുകച്ചുരുളുകൾ കാറ്റത്ത് ഉയരുന്നത് നമുക്ക് കാണാം. ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ ചൂരക്കാടേക്ക്. ദൃക്സാക്ഷികൾ മാത്രമല്ല, ഒരുപാട് പേരാണ് ഇവിടേക്ക് എത്തിയത്. നമുക്കറിയാം, ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു ഇവിടെ. കടകളെല്ലാം നിറഞ്ഞ്, റോഡുകളിലൊക്കെ അത്രത്തോളം തിരക്ക്. ഈ ബന്ധു വീട്ടുകളിൽ നിന്നൊക്കെ എത്തിയവരൊക്കെ ഒരുപാട് പേര് ഈ ഭാഗത്തുണ്ടായിരുന്നു. മതിലുകൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഒരു വലിയൊരു വീടിൻ്റെ മേൽക്കൂരയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതും തകർന്ന് തരിപ്പണമായി മാറിയിരിക്കണം. അവിടെ നിന്നും കത്തി പടർന്ന ഈ വാഹനത്തിൻ്റെ അവശിഷ്ടമാണ് ഈ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന. അത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത്. രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് നാശനഷ്ടം. പല വീടുകളുടെയും അടിത്തറയിളകി.
ജനലും വാതിലുകളും മേൽക്കൂരകളും തകർന്നു. ഗൃഹോപകരണങ്ങൾ നശിച്ചു. സമീപത്തെ ഒരു വീടാണ്. ആ വീടിൻ്റെ മേൽക്കൂര തകർന്ന്, ആ വാഹനത്തിന് മുകളിൽ മേൽക്കൂര തകർന്ന് വീണ് ആ വാഹനത്തിനും കേടുപാടുണ്ടായിരിക്കുന്നത് നമുക്ക് കാണാം. കുടുംബാംഗങ്ങളൊക്കെ അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. പടക്കക്കടയോട് ഏറ്റവും ചേർന്നുള്ള ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയൊരു ദുരന്തമാണ്, തലനാരിഴയ്ക്കാണ് ഇത്ര വലിയൊരു സ്ഫോടനം. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഒരു വീടിൻ്റെ ഉൾഭാഗമാണ് അത്രത്തോളം. ഈ വീടിൻ്റെ ഉള്ളിൽ പോലും ഇത്രയധികം പ്രകമ്പനം എത്തുന്ന രീതിയിൽ വലിയൊരു ഉഗ്രസ്ഫോടനം തന്നെയാണ്. ഈ പടക്കക്കടയോട് ഏറ്റവും ചേർന്നുള്ളൊരു വീടാണ്. ആ വീട്ടിലെ സാമഗ്രികളെല്ലാം തകർന്നു കിടക്കുകയാണ്. അത്രത്തോളം വലിയൊരു പ്രകമ്പനം. അലമാരിയിൽ നിന്നൊക്കെ സാധനങ്ങൾ താഴെ വീണ് പൊട്ടിയിരിക്കുന്നു. അതുപോലെ ഇവിടുത്തെ ഫർണിച്ചറിനെല്ലാം കാര്യമായ കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇരിക്കുമായിരുന്നു. ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, സൗണ്ട് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. ഈ ഗ്ലാസ് അല്ലേ, മുഴുവൻ ഗ്ലാസ് കിടക്കുക. പിന്നെ ഈ വീട്ടുകാർ വേളാങ്കണ്ണിക്ക് പോയ കാരണം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അവരുടെ വശം കണ്ടില്ല. ഏറ്റവും തകർന്ന പിന്നെ അവസ്ഥ ജനലുകൾ സകലതും പോയി, അകത്തോട്ട് പോയി, എല്ലാം തകർന്നു. നമുക്ക് ഇതെന്താ പിടിക്കുന്ന സൗണ്ട് കേട്ടു, ചില്ലെല്ലാം തെറിച്ച് വീണുണ്ട്. എന്താ പക്ഷെ ബാക്കിൽ ഉള്ള ആൾക്കാരാ പറഞ്ഞ ഗേറ്റ് പൂട്ടിയിട്ടേക്ക് വരുന്നു. ബാക്കിൽ നിന്ന് ഇങ്ങനെ എന്തോ അവിടെ കിടന്ന് പുകയണമെന്ന് തോന്നുന്നു. അപ്പോൾ വേഗം പുറകിലെ ഗേറ്റ് തുറന്ന് അപ്പുറത്തെ കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ബാക്കിലെ ബാത്റൂമിൻ്റെ മുകളിൽ എന്തോ പുകയണിട്ട് അവർ വെള്ളം ഒഴിച്ച് കിടത്തുകയാണ്. ഗോഡൌണിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ജനാല ചില്ലുകളൊക്കെ പൊട്ടി അവിടെ വീടിൻ്റെ മുൻഭാഗത്തുണ്ടായിരുന്ന കസേരകളൊക്കെ തകർന്നിരിക്കുന്നത് കാണാം. വീടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഉള്ളിലും വലിയ നാശനഷ്ടം. ഒരു വീട് പൂർണ്ണമായും തകർന്നു എന്ന് വേണം പറയാൻ. ആ ജനാല ചില്ലുകളൊക്കെ പൊട്ടി താഴേക്ക് വീണിരിക്കുകയാണ്. ആ വീടിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ വാതിൽ നാമാവശേഷമായി പോയിരിക്കുകയാണ്. ആ വാതിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഈ വാതിലാണ് തെറിച്ച്, ഈ അടുക്കളയുടെ വാതിലാണ് തെറിച്ച് ഇവിടേക്ക് എത്തിയത്. ഈ അടുക്കളയിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടായേനെ. ഈ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടർന്നിരുന്നെങ്കിൽ എന്തായേനെ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു വീടിന്റെ ഗേറ്റ്, ഇത്ര ശക്തമായ ഒരു ഇരുമ്പ് ഗേറ്റ് തകർന്ന് ഇവിടെ വീണ് കിടക്കുകയാണ്. ഒരു വീടിന്റെ ഈ സ്ഫോടനം നടന്ന ഗോഡൌണിനടുത്തുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വീടിന്റെ അവസ്ഥയും അതുതന്നെയാണ്. ഇവിടെ മുൻഭാഗത്തെ ജനലുകൾ തകർന്നിരിക്കുന്നു, വാതിലുകൾ തകർന്നിരിക്കുന്നു, വാഹനത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടേക്ക് തെറിച്ച് വീണിരിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു അപകടം. ഈ വീടിന്റെ വാതിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു വീടിന്റെ വാതിൽ അത് തകർന്ന് രണ്ട് ഘട്ടമായി തകർന്നിരിക്കുകയാണ്. ഇനി റൂമിന്റെ ഉള്ളിലേക്ക് പോയാൽ അവിടെയും സമാനമായ അവസ്ഥ തന്നെയാണ്. ശുചിമുറിയുടെ വാതിൽ തകർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ജനാലകളൊക്കെ തകർന്ന് കിടക്കകളിലേക്ക് വീണിരിക്കുന്നു. ഇന്നലെ പരവാസ്തോലി കഴിഞ്ഞല്ലോ, നമ്മളൊട്ടും പ്രതീക്ഷ കണ്ടില്ല. ഇവിടെ മൊത്തം ഇതായി കിടക്കണം. എന്ത് ചെയ്യും? നമ്മളെന്ത് കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്തു വെച്ച വീടാ. ഇനി ഇത് കയറി താമസിക്കണമെങ്കിൽ എന്ത് അവസ്ഥയിലെത്തും? ഗോഡൌണിന്റെ വലതുവശത്തായിട്ടുള്ള ഒരു വീടാണ്. അവിടെ ആൾതാമസമുണ്ടായിരുന്ന വീടാണ്. ആ വീട്ടിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായി അതിൻ്റെ മേൽക്കൂര തകർന്ന് അത് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്കത്തിൽ നിന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോഴും മാറിയിട്ടില്ല. അത് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ടായിട്ടില്ല. പെട്ടെന്ന് ശബ്ദം കേട്ട്
മോനകത്ത് നിൽക്കുമായിരുന്നു. മോന്റെ കണ്ണടയൊക്കെ തെറിച്ച് പുറത്തേക്ക് ചാടി. അവനൊന്നും ചില്ലൊക്കെ തെറിച്ച് മേത്തേക്ക് ഭാഗ്യം. നമ്മൾക്ക് ജീവന് ഒരു ആപത്തും ഇല്ലാതിരുന്ന ഭാഗ്യം. ഞാൻ ആദ്യം ചെറിയ പൊട്ടിൽ അപ്പുറത്ത് പടക്കം പൊട്ടിച്ചാന്ന് ചോദിച്ചു അമ്പലത്തില്. പിന്നെ ഒരു പൊട്ടലിന് എല്ലാം തെറിച്ച് എന്റെ മേത്തേക്ക് വന്നു വീഴുന്നു. ഈ നെറ്റൊക്കെ എന്റെ മേത്തേക്ക് വന്നു. സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ നിന്നാണ് ഇത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് കാട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഫോടനം നടന്ന ആ നിലയിലുള്ള വീടുകളൊന്നും അല്ലത്. അതിനുശേഷം അതിന് ബാക്കിലേക്ക് മാറിയിട്ടാണ് ഈ വീടുള്ളത്. ഈ വീട്ടിലാണ് ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായൊരു സാഹചര്യമാണ്. ഒരുപാട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇതിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെയധികം ഗുരുതരമായ ഇതിന്റെ ഉൽപ്പന്നങ്ങളാണ്, വെടിമരുന്നും മറ്റു ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ കത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ മറ്റ് സയന്റിഫിക് എക്സ്പേർട്സും പോലീസും കൂടുതൽ വിശദാംശങ്ങൾ പുറകിലിടും. എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ പാനിക്ഡ് ആവരുത്. സ്ഫോടന സ്ഥലത്തുണ്ടായിരുന്ന വാഹനങ്ങൾ കത്തിയമർന്നു. 1/2 കിലോമീറ്റർ പരിസരത്തുണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം തകർന്നു. പടക്കത്തിന്റെ ലോഡ് കൊണ്ടുവന്ന വാഹനം ആണ് എന്നാണ് നമുക്ക് പ്രാഥമിക വിവരത്തിൽ നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത്. അതിന് തരിപ്പണമായി മാറിയിരിക്കുകയാണ്. ഒരു വാഹനം കത്തി നശിച്ച് അത് തരിപ്പണമായി മാറിയിരിക്കുകയാണ്. ഈ വാഹനം മാത്രമല്ല, സമീപത്തെ വാഹനങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. 2 തവണ സ്ഫോടനമുണ്ടായെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. അവിടെ സാധനങ്ങൾ കാലത്തെ സാധനം കൊണ്ടുവരുന്നത് ഞാൻ കണ്ടതാ വാനില്. നിങ്ങൾ അറിഞ്ഞിരുന്നു അത്തരത്തിൽ കൊണ്ടുവരുന്നുള്ള കാര്യം? ഈ കുടുംബം എങ്ങനെ അറിയാൻ, അവര് ഇത് ചെയ്യണല്ലേ. അപ്പൊ ഈ സാധനം വന്ന് അതിന്റെ അകത്ത് കയറ്റി ഇടുന്നതൊക്കെ കണ്ടതാ. രണ്ടാമത് ആ സാധനം വന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് ഈ സ്ഫോടനം. ഒരു 1.25 മണിക്കൂർ ശേഖരിച്ചു വെച്ചിരുന്നായിരുന്നല്ലോ. ശേഖരിച്ച് പഴയ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണോ ഇല്ലയെന്ന് അറിയില്ല. വാൻ വരുന്ന കയറുന്ന കാണുന്ന ആ വാൻ കിടപ്പ് കണ്ടില്ല. അവർക്കാണോ പരിക്ക് പറ്റിയത് വാനിലുണ്ടായിരുന്നവർ? പിന്നെ അവരൊരു 10-13 ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ചെറുപ്പക്കാരുണ്ടായിരുന്നു, പ്രായമുള്ളവരുണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതായിരുന്നു പിന്നീട് ഇതിന്റെ എവിടെയോ സ്ഫോടനം പിടിച്ച വാൻ്റെ അകത്തുനിന്നാണോ അപ്പുറത്തുനിന്നാണോ എന്നൊന്നും ഒരു പിടിയില്ല. സ്ഫോടന ശബ്ദം തൃപ്പൂണിത്തറ ഫയർഫോഴ്സ് ഓഫീസിലും കേട്ടു. ഉത്സവം നടക്കുന്ന പുതിയകാവ് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ശബ്ദം കേട്ടതെന്ന ഊഹം തെറ്റിയില്ല. ഈ സംഭവസ്ഥലമായിട്ട് ഏകദേശം 1/2 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഈ സ്ഫോടനം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു സംശയം ഉണ്ടായി. എന്തോ സംഭവിച്ചിട്ടുണ്ട്, വണ്ടിയെടുക്ക്, ഏരിയയിലേക്ക് വണ്ടി എടുത്തോളാം ഞാൻ സേനയോട് പറയുകയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ തന്നെ ഈ ഭാഗത്ത് നിന്ന് ആളുകൾ ഓടി നമ്മുടെ അടുത്തേക്ക് പറയുന്നതിനായിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ തന്നെ നമ്മളിവിടെ സംഭവ സ്ഥലത്തേക്ക് ഒരു 1/2 കിലോമീറ്റർ ഉടനടി എത്തുമ്പോൾ ഈ പ്രദേശം ആകെ തകർന്ന് മൊത്തത്തിൽ തീ പിടിച്ച് കത്തുകയാണ്. ഫയർ സ്റ്റേഷനിൽ ഇതിന്റെ പ്രകമ്പനം എത്തിയിട്ടുണ്ട്. അവിടുത്തെ ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ജനൽപ്പാളികളൊക്കെ 1-2 അടർന്നു വീണിട്ടുണ്ട്. വലിയൊരു സ്ഫോടനമായിരുന്നല്ലേ? അത്യാവശ്യം നല്ല. ഞങ്ങൾ സ്റ്റേഷനിൽ നല്ല സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ അപ്പം തന്നെ പുറപ്പെട്ടു. വിളിച്ചു നോക്കി അപ്പം തന്നെ പുറപ്പെട്ടു. ഞങ്ങൾ തക്ക സമയത്ത് വന്നതുകൊണ്ട് അതെ, നമ്മൾ കോളിന് വെയിറ്റ് ചെയ്തില്ല. അവിടെ സ്റ്റേഷനിലെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ അമ്പലത്തിൽ ഉത്സവം കൂടി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ അമ്പലത്തിലേക്ക് തന്നെ പോകുന്നത് ഞങ്ങൾ. അതിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ തന്നെ ഇവിടെയാണെന്ന് മനസ്സിലായി. ഞങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെ പുക അറിഞ്ഞ അവസ്ഥയായിരുന്നു. പുക കണ്ടാണ് ഞങ്ങൾ വണ്ടി അകത്തേക്ക് കയറുന്നത്. അപ്പോഴത്തേക്കും ആൾക്കാർ പലരും ഈ ബിൽഡിംഗ് മതിൽ പൊളിഞ്ഞതിൻ്റെ മറ്റേ കെട്ടിടത്തിൻ്റെ അടിയിലൊക്കെ ആയിരുന്നു കുറച്ച് പേര്. അവിടുത്തെ ജനാലച്ചിലകളിലൊക്കെ എത്തിയല്ലേ? അതെ, ഞങ്ങൾ സ്റ്റേഷനിൽ ചെറിയ ഷെയ്ക്ക് പറ്റിയിട്ടുണ്ട്, ചെറിയ പൊട്ടലുണ്ടായിട്ടുണ്ട്. പടക്കം സൂക്ഷിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അഗ്നിരക്ഷാസേനയ്ക്ക് ഇവിടെ കരിമരുന്ന് സൂക്ഷിക്കുന്ന കാര്യം അറിയുകയുമില്ല. ഇങ്ങനെ ഒരു കമ്പപ്പര ഇവിടെ ഉള്ളതായിട്ടും നിർമ്മാണശാല ഉള്ളതായിട്ടൊന്നും നമുക്ക് ഇതിന് മുമ്പായിട്ട് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. സുരക്ഷാ മുൻകരുതലുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നത് അപകടത്തിൽ നിന്ന് തന്നെ വ്യക്തം. നേരത്തെ തന്നെ സൂക്ഷിച്ച കുറച്ച് പടക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇന്ന് രാവിലെ 2 ലോറികൾ കൂടി വന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഫോടനം എങ്ങനെ സംഭവിച്ചു എന്നതിന് വ്യക്തതയില്ല. ഈ പ്രദേശത്തെ നിവാസികളിൽ നിങ്ങളുടെ വീടുകൾക്കെല്ലാം സംഭവിച്ചിട്ടുള്ള കേടുപാടുകളും
മാനസികമായി സംഭവിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇവർക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന വൈദ്യസഹായവും വീട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹായവും എല്ലാം ചെയ്യുന്നതിന് വേണ്ടി പുഷ്പാഞ്ജലിയിൽ തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ സമീപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൃപ്പൂണിത്തുറ നഗരസഭയും റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഒന്നായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്ന വിവരം അറിയിക്കുകയാണ്. തൃപ്പൂണിത്തുറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ഇന്ന് രാത്രി നടക്കേണ്ടിയിരുന്ന വെടിക്കെട്ടിന് വേണ്ടി കൊണ്ടുവന്ന വെടിമരുന്നുകളാണ് ഇവിടെ പൊട്ടി ചിന്നിച്ചിതറി ഒരു ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അരുൺശങ്കർ, ഇവിടെ രാവിലെ തൊട്ട് ഈ സ്ഫോടന സമയം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ തേടിയതാണ്. ഇനി എന്ത് എന്ന ഒരു ചോദ്യം ഇവരിൽ എല്ലാവരുടെയും മുന്നിലില്ലേ? തീർച്ചയായിട്ടും ഇനി എന്തെന്നുള്ള ചോദ്യം എല്ലാവരുടെയും മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അപ്പോഴും ഇനി എന്തെന്നുള്ള ചോദ്യം വരുന്നു. അതും ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. നമുക്ക് ഈ പ്രദേശവാസികളെക്കുറിച്ച് ഇനി എന്തെന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി ഒരു വർഷങ്ങൾ നീണ്ട അവരെ വേട്ടയാടുന്ന ഒരു സംഭവമായി ഇത് മാറും. കാരണം നമ്മൾ പലരോടും നടന്ന് സംസാരിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്താണ് ചെറുപ്പക്കാരനൊരു കൗമാരപ്രായക്കാരൻ ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. സ്ഫോടനം ഉണ്ടാകുമ്പോൾ കതക് പൊട്ടിത്തെറിച്ച് അകത്തേക്ക് വരികയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ പ്രഷർ അകത്തേക്ക് വരും. അത് നെഞ്ചത്ത് വന്ന് ഒരു എന്തോ വന്ന് ഇടിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരം അനുഭവങ്ങളുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ കൊച്ചു കുട്ടികൾ, അവർക്കൊക്കെ ആ ശബ്ദം അവരുടെ ശാരീരിക മാനസികാവസ്ഥയെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് അത് പിന്നീടേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും അവരുടെ മനസ്സിലൊരു വലിയൊരു ഭീതി ഉണ്ടാക്കിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും ബന്ധപ്പെട്ടവർ ഇടപെട്ടിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഇവിടെ ഈ നാശനഷ്ടം സംബന്ധിച്ചുള്ള സർവേ തുടങ്ങിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം വന്ന് എല്ലാ വീടുകളും കയറി ഇറങ്ങി അവരുടെ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ക്യാമ്പ് തുറന്നിട്ടുണ്ട്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിട്ടവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അങ്ങനെ ഇത് നടന്നതിന് ശേഷം എല്ലാവരും ഉണർന്നിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അകത്ത് ആദ്യം വന്ന അഗ്നിശമന സേനാ വിഭാഗം ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും, സർക്കാർ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കളക്ടർ മറ്റൊരു വിചിത്രമായ കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ മറ്റൊരു വിഭാഗത്തിൻ്റെ ഒരു വെടിക്കെട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നു. ആ വെടിക്കെട്ടിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇന്ന് ഈ എതിർവിഭാഗം ഒരു വെടിക്കെട്ട് നടത്താൻ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോലീസ് കേസെടുക്കും. പോലീസിനറിയാം ഇതിങ്ങനെ നടക്കാൻ പോകുന്നു. അപ്പോൾ പോലീസ് അത് നടക്കാൻ അനുവദിക്കും. പക്ഷേ പിന്നീട് കേസെടുക്കും. ആ കേസെടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ. പക്ഷേ ഇത് തടഞ്ഞിരുന്നെങ്കിലോ? ഇങ്ങനെ ഇവിടെ പടക്ക ശേഖരിക്കുന്നു എന്നുള്ളത് ഇവിടെ പലർക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പോൾ അത് പോലീസ് തടഞ്ഞില്ലല്ലോ. പക്ഷേ വേറൊരു ഭാഗമുണ്ട്, പോലീസ് തടയാൻ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു വിഷയമായി മാറാം. അപ്പോൾ ഇത് വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ഇത് നിയമ സംവിധാനം കൃത്യമായി ഇടപെടൽ നടത്തണം. ഒന്നും അറിയാത്ത ഒരുപാട് മനുഷ്യരാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഒരു ഇടപെടൽ ഇല്ലായ്മ മൂലം ദുരിതം അനുഭവിക്കേണ്ടി വന്നത് എന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ അപകടങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഫോടനത്തിൽ മരിച്ച തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണു കരാറുകാർക്കൊപ്പം തൃപ്പൂണിത്തുറയിൽ എത്തിയ ആളാണ്. സംഭവസ്ഥലത്ത് തന്നെ വിഷ്ണു ജീവൻ വെടിഞ്ഞു. 30ഓളം പേർ വിവിധ ആശുപത്രികളിൽ അടിയന്തര ചികിത്സ തേടി. വീട്ടുപകരണങ്ങൾ വീണും ചില്ലുകളും ടയറുകളും തെറിച്ചും പരിക്കേറ്റവർ വേറെ. ഇവിടെ 5 പേരുണ്ട്, റെഫറൽ 5 പേര്, പിന്നെ ഒരു ഡെത്ത്. ബാക്കി OP ആയിട്ട് ട്രീറ്റ് ചെയ്തു. ടോട്ടൽ 18 പേര്. ഇന്റേണൽ ഇഞ്ചുറിയും സ്മോക്ക് കൊണ്ടുള്ള ഇഞ്ചുറി, പിന്നെ ബ്ലാസ്റ്റിൻ്റെ ഇതൊക്കെയാണല്ലോ വരുന്നത്. അപ്പം ഇപ്പം മെഡിക്കൽ കോളേജിലുള്ള ഒരാളുടെ സ്ഥിതി കുറച്ച് ഇതാണ് കേട്ടോ. പുതിയകാവ് ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. അനുമതിയില്ലാതെ ഇന്നലെ വെടിക്കെട്ട് നടത്തിയതിനും അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനുമാണ് കേസ്. വെടിക്കെട്ട് അപകടങ്ങൾ കേരളത്തിൽ ആദ്യത്തേതല്ല. ഇത് അവസാനത്തേതാകാൻ സാധ്യതയുമില്ല. തൃപ്പൂണിത്തുറയിൽ തന്നെ മുൻപ് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പേർക്ക് സംസ്ഥാനത്ത് വെടിക്കെട്ട് അപകടങ്ങളിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു. അനുഭവങ്ങളിൽ നിന്ന് നാം ഇനിയെങ്കിലും പഠിക്കുമോ?